സ്വകാര്യ കണ്ടെയ്നർ യാർഡ് ജനജീവിതത്തിന് ഭീഷണിയാവുന്നതായി നാട്ടുകാർ. എറണാകുളം പുതുവൈപ്പിൽ പ്രവർത്തിക്കുന്ന കണ്ടെയ്നർ യാർഡിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇടുങ്ങിയ വഴിയിലൂടെ കണ്ടെയ്നർ ലോറികൾ പോകുന്നത് മൂലം അപകടങ്ങൾ പതിവാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് 8 വയസ്സുകാരിക്ക് ലോറി ഇടിച്ച് കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു. പുതുവൈപ്പ് ബെൽബോ ജംഗ്ഷനിലെ ജനങ്ങളാണ് കണ്ടെയ്നർ യാർഡിലേക്ക് എത്തുന്ന ലോറികൾ മൂലം ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെയാണ് ലോറികൾ എത്തുന്നത്. ടൺ കണക്കിന് ഭാരവും വഹിച്ചു വരുന്ന ലോറികൾ ജനജീവിതത്തിന് ഭീഷണിയാകുന്നു. വാഹനങ്ങളുടെ കുലുക്കം മൂലം റോഡിന് ഇരുവശത്തുമുള്ള വീടുകൾ തകർച്ചയുടെ വക്കിലാണെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മളീ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചതുപ്പ് പ്രദേശമാണ്. ഈ ചതുപ്പ് പ്രദേശത്ത് കൂടിയാണ് ഈ വരുന്ന ഹെവി ലോഡുകൾ കയറിപ്പോകുന്നത്. ആ ഈ ഹെവി ലോഡുകൾ കയറിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമി പിന്നെ സ്പ്രിങ് പോലെ വാടുകയും ഈ വീടുകൾക്കൊക്കെ വിള്ളൽ വരുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഇത്രയും ഭീകരാന്തരീക്ഷം നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതുപോലുള്ള വലിയ വലിയ ലോഡുകൾ പോയി പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാഫിയ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരക്ക് നീക്കം നടക്കുമ്പോൾ ഒരേ സമയം നൂറുകണക്കിന് ലോറികളാണ് യാർഡിലേക്ക് എത്തുന്നത്. ഇതുമൂലം അപകടങ്ങളും പതിവായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 8 വയസ്സുകാരിയെ ലോറി ഇടിച്ചത്. കാലിന് ഗുരുതര പരിക്കേറ്റ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. കുട്ടിയെ ഇടിച്ചിട്ട ലോറി നിർത്താതെ പോകുകയായിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഞാൻ കടയിൽ പോയ എൻ്റെ ബേക്കിൽ കൊച്ചി എന്നെ അന്വേഷിച്ച് വരുന്ന സംഭവത്താണ് വണ്ടി ഇങ്ങനെ മുട്ടിയേക്കണത്. അത് മുട്ടിയ ഉടനെ വണ്ടിക്കാർ നിർത്താതെ എന്താണ് ഇതാണെന്ന് അന്വേഷിക്കാതെ പോവുകയാണ് ചെയ്തത്. എൻ്റെ എല്ല് പൊട്ടിയിട്ട് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് കാലിന്. പിന്നെ അകൽച്ചയുണ്ട് എല്ല് തമ്മിൽ. ആ അകൽച്ച ഉള്ളത് അവർ വലിച്ചിട്ടിട്ട് പ്ലാസ്റ്റർ ഇട്ടേക്കണേ. ആ വലിച്ചിട്ടേക്കണത് സക്സസ് ആയില്ലെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് നീങ്ങണമെങ്കിൽ. അതുകൊണ്ട് ഡോക്ടർ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല എന്താകും ഏതാവുന്നൊന്നും. യാർഡ് അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏക്കർ കണക്കിന് പുറംപോക്ക് ഭൂമി കയ്യേറിയാണ് യാർഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത്. യാർഡ് ഇവിടെ നിന്നും മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് നാട്ടുകാർ പലതവണ പ്രതിഷേധം നടത്തിയിരുന്നു. അധികാരികൾ ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കുറച്ചു കാലങ്ങളായിട്ട് ഭൂമാഫിയ വഴി മേടിച്ചിട്ട ഈ ചതുപ്പ് പ്രദേശവും നമ്മുടെ ജലം പോണ തോടുകളൊക്കെ നികത്തി ഈ ഒരു വലിയ മുതലാളി എബ്രഹാം എന്ന് പറഞ്ഞ മുതലാളി ഒരു കുറച്ച് സ്ഥലം മേടിച്ചത് ഈ കണ്ടെയ്നർ യാർഡിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എന്നിട്ട് അവരത് റെൻറ്റിനായിട്ട് കണ്ടെയ്നർ യാർഡ് ആയിട്ട് മറ്റുള്ള കമ്പനികൾക്ക് കൊടുത്തിട്ട് ഈ പ്രദേശത്ത് ഈ 3 മീറ്റർ വീതിയുള്ള ഈ വഴിയിൽ കൂടി നിരന്തരം, അതായത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1000കണക്കിന് കണ്ടെയ്നർ വണ്ടികൾ, അതായത് ഷിപ്പ് DP വേൾഡിൽ ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ കണ്ടെയ്നർ ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അവിടെ നിന്നുള്ള കാലി കണ്ടെയ്നർ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്ന രീതിയിൽ വർഷങ്ങളായി. അമൃത ന്യൂസ്, കൊച്ചി.